അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നത് ബഷീർ മേച്ചേരി കട്ടച്ചിറയാണ്. ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായി വരാൻ കാരണം ഇന്നലെ കേട്ട ഒരു ദുഃഖവാർത്ത, അബു അരീക്കോടിൻ്റെ മരണവാർത്ത. അത് വളരെ ദുഃഖത്തിലാഴ്ത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സൈബർ പോരാളി എന്നതിലുപരി ഒരു നല്ലൊരു മനുഷ്യത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തിനോട് അടുത്തറിയുന്നവർക്കറിയാം. ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് ഒരുപാട് സംസാരിച്ചതാണ്. നമ്മളുടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ജലീൽ സാഹിബിന് വേണ്ടിയിട്ട് അദ്ദേഹം നിലപാടെടുത്തൊരു വ്യക്തിത്വമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തുമായി അടുത്തറിയാൻ കാരണം ചാരിറ്റി മേഖലയിലെ തട്ടിപ്പിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ഞാനും ആ വഴിയെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് വലിയ സ്നേഹമായിരുന്നു. പക്ഷേ ഒരു ദിവസമേ അദ്ദേഹത്തെ ഞാൻ നേരിൽ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ബന്ധം പുലർത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. നിയമ വിദ്യാർത്ഥിയാണ്. ഒരിക്കലും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അദ്ദേഹം രാഷ്ട്രീയം പറയുകയും അതിലേറെ ആത്മീയ തട്ടിപ്പിനെതിരെ ശബ്ദിക്കുകയും അതിലേറെ ഇന്ന് നിലകൊള്ളുന്ന ചാരിറ്റി വീഡിയോ ചെയ്ത് തട്ടിപ്പിനെതിരെയും ഒരുപാട് ശബ്ദിച്ച വ്യക്തിത്വമായിരുന്നു. ഒരുപാട് സുഹൃത്തു വലയങ്ങളുണ്ട്. അദ്ദേഹം ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. ഒരു ഓൺലൈൻ ബാങ്കിങ്ങിലൂടെ കുറച്ച് കടബാധ്യതയുണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ മരണമെന്ന് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും സമൂഹം പ്രചരിപ്പിക്കുമ്പോൾ അത് തെറ്റായ ഒരു ധാരണയാണെന്നും കൂടെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. കുറഞ്ഞ ഒരു കടബാധ്യത തീർക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലൂടെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ ഒരുപാട് സുഹൃത്തു വലയത്തെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ മുൻനിരയിൽപ്പെട്ട ആളാണ് പ്രിയപ്പെട്ട PV അൻവർ, അതുപോലെ തന്നെ KT ജലീൽ സാഹിബ്, അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് വ്യക്തിത്വങ്ങൾ. അവരോടൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയാസം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടബാധ്യത തീർക്കുമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും കടബാധ്യതയുടെ പേരിലല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നത് തീർച്ചയാണ്. അപ്പോൾ ആത്മഹത്യയല്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് സമഗ്ര ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ സമൂഹത്തിൻ്റെ മുന്നിൽ, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഇതൊരു അന്വേഷണ വിധേയമാക്കണം. ഒരു ആത്മഹത്യയല്ല എന്ന് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ ആരോ അപായപ്പെടുത്തിയതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം പല മേഖലയും ഒറ്റയാൾ പോരാട്ടം നടത്തിയത് കൊണ്ട് തന്നെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട്, ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇന്ന് വരെ നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല. കാരണം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയും ഇസ്ലാം മത കർമ്മ ആചാരങ്ങളും അനുഷ്ഠിച്ചു പോരുന്ന ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച ആളും പ്രവർത്തിക്കുന്ന ഒരാളുമാണ്. മതം പഠിച്ചൊരു വ്യക്തിയാണ്. മദ്രസയിൽ കിതാബോധിയ മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഓൺലൈനിലൂടെ പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തെ വെറുക്കുന്ന രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റ് ചില കുബുദ്ധികൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല, തെറ്റാണ്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു അന്വേഷണ വിധേയമാക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി, പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയനോട് അഭ്യർത്ഥിക്കുകയാണ്. വേണമെങ്കിൽ ഒരു CBI പോലും അന്വേഷിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.